നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു അലൽ ഖലായിഖിനാണ്. നമ്മൾ സാധാരണ എല്ലാവരും പറയില്ല അസ്റഫുൽ ഖൽഖ് അഫ്ളൽ ഖൽഖ് എന്നൊക്കെ പറയല്ലോ, സയ്യിദുൽ ആലം റബ്ബ് എന്നൊക്കെ പറയല്ലോ. ഇതിന്റെയൊക്കെ അർത്ഥങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി സർവ്വരേക്കാളും ശ്രേഷ്ഠ നബിയാണ് എന്നല്ലേ. ലാ യഖ്ഫ അലാ മൻ ലഹു അദ്നാ മുമാറസത്തിൻ ബിതഅമ്മുൽ കിതാബി വസുന്നതി. ചെറിയൊരു ചിന്ത വെച്ചിട്ട്, വലിയ ചിന്ത ഉണ്ടാവും, വലിയ കിട്ടും. ചെറിയൊരു ചിന്ത വെച്ചിട്ട് കിതാബ് സുന്നത്ത് പറഞ്ഞത് ആലോചിച്ച് ചെറിയൊരു പഠനം നടത്താൻ കഴിവുള്ള ഒരാൾക്ക്, അത്തരം ഒരാൾക്ക് നിഗൂഢമല്ല എന്ത് അന്ന നബിയന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്ളുലു ജമീഅൽ അംബിയാഇ വൽ മുർസലീന ഖുസൂസൻ വ ഉമൂമൻ. ആമായിട്ടും ഖാസായിട്ടും മുർസലുകൾ അംബിയാക്കൾ മുഴുവത്തിനും അവർക്കൊക്കെ എത്രയോ മേലെ ഉന്നതിയുള്ളവരാണ് പ്രവാചകർ എന്ന കാര്യം ആർക്കും സംശയം ഉണ്ടാവില്ല. ഖുർആനും സുന്നത്തും ശരിക്ക് പഠിച്ചാൽ നല്ലോണം കിട്ടും. പക്ഷെ ചെറിയൊരു ചിന്ത മതി പഠനം നടത്താൻ. അവർക്ക് പോലും അറിയാം നബി തന്നെയാണ് ഉന്നതി. ഖൗലിഹി തആല, അതിന് അള്ളാന്റെ വാക്കെടുക്കാനോ, തിൽക്കർ റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദിൻ മിൻഹും മൻ കല്ലമ. തിൽക്കർ റുസുലു, അത് പ്രവാചകന്മാരാണ്. ഫളൽനാ ബഅദഹും, അവരിൽ ചിലരെ നമ്മൾ ഉന്നതിയാക്കി, അലാ ബഅദിൻ ചിലരേക്കാൾ, മിൻഹും അവരുടെ കൂട്ടത്തിലുണ്ട് മൻ കല്ലമ, നേരിട്ട് അള്ളാഹുമായി സംസാരിച്ചവരുണ്ട്. നേരിട്ട് പറഞ്ഞാല് ഒരു മറുണ്ട്, സൂര്യസന പർവ്വതത്തിന്റെ തായ് വരെ നിന്നുകൊണ്ട് സംസാരിച്ചു. അത് ശബ്ദം കേട്ടിട്ടുള്ളൂ, അള്ളാഹനെ കണ്ടില്ല, കാണാൻ പറ്റൂലല്ലോ അവിടെ നിന്നും. ആ സംസാരിച്ച ആളാരാണ്? മൂസാ നബി അലൈഹിസ്സലാമാണ്. അല്ലെ, മൂസാ നബി അലൈഹിസ്സലാം ആ കൂട്ടത്തിൽ ഉന്നതിയുള്ള ഒരാളാണ്. അതൊരായത്തെടുത്ത് നോക്കുക, അവരെക്കാളും ഉന്നതിയാണ് ആര്? നമ്മുടെ നബി. അപ്പൊ അള്ളാഹോട് സംസാരിച്ച മൂസാ നബി നബിയായിരിക്കെ കലീമുള്ള എന്ന സ്ഥാനം കിട്ടിയാലും അവരെക്കാളും സ്ഥാനം നമ്മുടെ നബിക്ക് തന്നെ. കലാനബി കാരണമാണ് ഇവരൊക്കെ ഉണ്ടാണത്. വെറും മണ്ണിൽ നിന്ന് ജനിച്ചതായിരിക്കുന്ന ആദം നബി വാപ്പയാണ്, മകനാണ് നബി. ആ മകൻ കാരണമാണ് വാപ്പയാകുന്ന നബിയാകുന്ന ആദം നബിന്റെ വരുന്നത്. അവന്ന് ആലോചിച്ച് നോക്കുക, മകന്റെ സ്ഥാനം ദാത്തിയായിട്ട് മുന്തിയിട്ടില്ല എന്നേയുള്ളൂ. പ്രഭയുണ്ടല്ലോ, ഒളിവ്. ആ ഒരു ആത്മാവുണ്ടായി. അതിന്റെ കാരണം കൊണ്ടല്ലേ ഇവർണാളുണ്ടായത്. ഷെയ്ഖുൽ അംബിയ എന്ന സ്ഥാനം ആർക്കുണ്ട്? നൂഹ് നബിക്കുണ്ട്. ആ ഷെയ്ഖുൽ അംബിയായ നബി ഉണ്ടാവാനും കാരണം നമ്മുടെ നബിയാണ്. അതിന്റെ മേലക്കാണ് ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുണ്ട്. അവരുടെയും അപ്പുറത്താണ് നമ്മുടെ നബി. അതുപോലെ റൂഹുള്ള എന്ന് പറഞ്ഞ ഈസ നബി അലൈഹി ഇസ്ലാമുണ്ട്. അവരെക്കാളും ശ്രേഷ്ഠനാണ് നമ്മുടെ നബി. അപ്പൊ കലീമുള്ളയും റൂഹുള്ളയും ഖലീലുള്ളയുമായ ഷെയ്ഖുൽ അംബിയയുമായ പ്രവാചകന്മാർ, ഇവർക്ക് എത്രയോ മേലെയാണ്. എല്ലാ പ്രവാചകന്മാർക്കും മുർസലുകൾക്കൊക്കെ മേലെയാണ് നമ്മുടെ നബി. അത് ഖുർആൻ കൊണ്ടും ആയത്ത് കൊണ്ടും ഒക്കെ വ്യക്തമായ ഹദീസ് കൊണ്ടൊക്കെ. വറഫഅ ബഅദഹും ദറജാത്ത് എന്ന് കാണാം. അല്ലാഹു തആല പ്രവാചകന്മാരിൽ നിന്ന് ചിലവർക്ക് സ്ഥാനമാണ് ഉയർത്തിക്കൊടുത്തു എന്ന് കാണാം. ആരാണ് ആ ചിലര്? അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളാണ്. റഫഅഹുല്ലാഹു തആല, അല്ലാഹു തആല നബിയെ ഉയർത്തി. അലാ സായിൽ അംബിയാഇ വൽ മുർസലീന, മറ്റ് അംബിയാക്കളെക്കാളും മുർസലീങ്ങളെക്കാളും ഒക്കെ അല്ലാഹു തആല നബിയെ ഉയർത്തി. നിങ്ങൾ നോക്കൂ, മനുഷ്യവർഗത്തിൽ ഉന്നത സ്ഥാനമുള്ളവരാണ് അംബിയാക്കൾ മുർസലുകൾ. അവര് ഉന്നതമുള്ള ആളുകളാണ് ഉലുൽ അസ്മുകളും. 1,24,000 പ്രവാചകന്മാർക്കാണ് ജനങ്ങൾക്ക് ഏറ്റവും സ്ഥാനമുള്ളത്. അതിൽ 313 സ്ഥാനം തന്നെ ഉള്ളവരാണ് മുർസലുകൾ. അതിനേക്കാൾ സ്ഥാനമുള്ളവരാണ് ഉലുൽ അസ്മുകൾ. അവരെക്കാളും സ്ഥാനമാണ് ആർക്ക്? നമ്മുടെ നബിക്ക്. അപ്പൊ ഉലുൽ അസ്മിനേക്കാളും സ്ഥാനത്ത് നിൽക്കുന്ന ആദ്യത്തെ നബി. അതുപോലെ തന്നെ 313 മുർസലേക്കാളും 1,24,000 അമ്പിയാക്കളെക്കാളും ഒക്കെ ഉന്നതി നിൽക്കുന്ന നബി. അപ്പൊ സർവരെക്കാളും ഉന്നതി നബിയാണെന്ന് കിട്ടുമല്ലോ? കിട്ടും. ഇനി നമുക്ക് നോക്കാം, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സർവരെക്കാളും കിട്ടിയ സ്ഥാനം 3 വിധത്തിലാണ്. മിൻ സലാസത്തി ഔജിഹിൻ, 3 വഴിയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ഉയർത്തിയത്. ഒന്ന്, ബിൽ മിഅ്റാജി ബിദാത്തിഹി,
സ്വപ്നമല്ല, ദാത്ത് കൊണ്ട് തന്നെ ഭൂമി ലോകത്തുനിന്ന് ആകാശലോകം കഴിഞ്ഞ് നേരെ അള്ളാഹിലേക്ക് എത്തിയതൊന്ന്. പിന്നെ ഒബിസിയാത്തി അലാ ജമീൽ ബഷർ, സർവ്വ മനുഷ്യർക്കും നേതാവാകുന്ന രണ്ടാമത്തെ പദവി. ഒബിൽ മോജിസാത്തില്ലത്തിയില്ലാ തുഹിസറു വലാ തഫ്ന, എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത വിധമുള്ള അമാനുഷിക ശക്തിന്റെ ഉടമ, നശിച്ചു പോകാത്തതായിരിക്കുന്ന മോജിസത്തിന്റെ ഉടമ. ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമുള്ളവരായി. ഇതൊന്നും മറ്റവർക്കില്ല. വകവാബിൽ ഖുർആനി മുഅ്ജിസതൻ ബാഖിയതൻ മുസ്തമിറത്തൻ ഇലാ ഖുർബി ഖിയാമിസ് സഅ, അന്ത്യനാൾ അടുത്തു വരുന്നത് വരെ നിലകൃതിയായി അവശേഷിക്കുന്ന നശിക്കാത്തൊരു മുഅ്ജിസത്തായി നിൽക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, മതിയല്ലോ. വബിയ ഖുർആനിൽ ഉണ്ടല്ലോ മിനൽ മുഅ്ജിസാത്തി വൽ ഫളാഇൽ നബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഗൈരി മാ ലാ യുഹ്സാ, എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത വിധം മറ്റുള്ളവരെക്കാൾ നബിതങ്ങൾക്കുള്ളതായിരിക്കുന്ന ശ്രേഷ്ഠതകളും മുഅ്ജിസത്തുകളൊക്കെ ഖുർആനിലുണ്ട്. അങ്ങനത്തെ ഖുർആൻ ഇന്നും നിലനിൽക്കുന്നു. ആ ഖുർആൻ വായിച്ചാൽ തന്നെ മനസ്സിലാകും നബിയാണ് ഉന്നതർ. മറ്റുള്ള വേദങ്ങളൊക്കെ പോയില്ലേ, മറ്റുള്ളവരുടെ മുഅ്ജിസത്തൊക്കെ പോയി, അവരോടുകൂടെ കഴിഞ്ഞു. ഇത് തീരുന്നില്ല. ഇതാണ് നമ്മുടെ നബി. ഈ ഇബാറത്തുകളൊക്കെ വായിച്ചെടുക്കാമ്പോൾ ഫത്താവൽ ഹദീസിയ 151. പിന്നെ ഇബ്തിയാഉൽ ഉസൂലാണ് സറവുൽ അംസയിലാണ് ഞാനിപ്പോ ഈ ആയത്തുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് ഞാൻ ഹദീസ് കൊടുത്തിട്ടുള്ളത്, അതിന് വ്യാഖ്യാനം ഇവിടെ പറഞ്ഞത് മാത്രം. അപ്പൊ അങ്ങനെയാണ് നബി തങ്ങൾ കിട്ടിയത്. ഇനി നോക്കൂ, നബി തങ്ങൾ ഉമ്മത്തെടുക്കുക, മറ്റുള്ള ഉമ്മത്തിനെ പോലെയല്ല നമ്മള്. ഉമ്മത്തുഹു അസ്കാ വഅക്സറു വഅത്ഹറു മിൻ ബഖിയത്തിൽ ഉമമി ബിനസ്ൽ കിതാബി. വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം, വിശുദ്ധ ഖുർആന്റെ നെസ് തന്നെ വ്യക്തമായി കാണാം. എന്ത്, മറ്റു സമുദായത്തിനേക്കാൾ ശുദ്ധരും സംസ്കാരമുള്ളവരും അധികമുള്ളവരും മുത്തുനബിന്റെ സമുദായമാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി എന്നാണ്. ജനങ്ങൾക്ക് മാതൃകയാക്കിക്കൊണ്ടാണ് നബി തങ്ങളുടെ സമുദായമായ നിങ്ങളെ ഉത്തമ സമുദായമാക്കി അല്ലാഹു തആല വെച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങളായി ഉത്തമ സമുദായമായി ഉഖ്രിജത് ലിന്നാസി, ലോകർക്ക് ഒരു മാതൃകയായി പുറപ്പെടുവിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങളെന്ന് മുത്തുനബി തങ്ങളുടെ സമുദായത്തിനെ കുറിച്ച് അല്ലാഹു തആല പ്രശംസിച്ചിട്ടുണ്ട്. ഇനി നോക്കത് വിശദീകരിച്ചാൽ, ഖൈരിയത്തുൽ ഉമ്മത്തി, ഉത്തമമായിരിക്കുന്ന സമുദായം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് തന്നെ നിർബന്ധമാക്കുന്നു തസ്തൽസിമു ഖൈരിയത്ത നബിയിഹ, ആ സമുദായത്തിന്റെ പ്രവാചകൻ ഉന്നതിയാണെന്ന് ലാസിമായി കിട്ടും. കാരണം സമുദായം ഉന്നതിയാവണമെങ്കിൽ ആ സമുദായത്തിന്റെ നേതാവ് ഉന്നത പദവിയുള്ള ആളായിരിക്കണ്ടേ. അപ്പൊ ആ സമുദായം ആ നബി, അതിന്റെ പ്രവാചകൻ, നേതാവ് ഉന്നതനായത് കൊണ്ട് ഉന്നതനാണെന്ന് തെളിയിക്കുന്നതാണ് ആ പ്രവാചകന്റെ സമുദായത്തിന്റെ ഉന്നതി. അഫ്ളലിയത്തു ദീനിഹ, അങ്ങനെ ആ സമുദായത്തിന്റെ ദീൻ ഉത്തമമായതാണ് എന്നും, അഫ്ളലിയത്ത് ദീനിഹ, പ്രവാചകന്റെ ശ്രേഷ്ഠതയും ആ ദീനിന്റെ ശ്രേഷ്ഠതയും നന്മയൊക്കെ ഉമ്മത്ത് ഖൈറായിരിക്കുക എന്നുള്ളത് അറിയിക്കുന്നു. അത് ലാസിമായിട്ട് തന്നെ കിട്ടും. കാരണം എന്താ, ഇതില്ലാ ശക്ക അന്ന ഖൈരിയതഹും ബിഹസ്ബി കമാൽ ദീനിഹിം അൽ മുസ്തൽസിമി ബികമാൽ നബിയിഹിം, അവരുടെ സമുദായം, നമ്മുടെ നബി പരിപൂർണനാണ് എന്നതിനെ ലാജ്യമാക്കിക്കൊണ്ടുവരുന്ന നമ്മൾ അംഗീകരിച്ച ഇസ്ലാം ദീൻ പരിപൂർണമാണ് എന്ന നിലക്ക് തന്നെ ഈ സമുദായത്തിന് എന്തുണ്ട്, ശ്രദ്ധതയുണ്ട്. മാത്രമല്ല അന്ന സിഫാത്തു ആയില വ അജല്ലു, മുത്തുനബി തങ്ങളുടെ ഗുണം ഏറ്റവും ഉയർന്നു നിൽക്കുന്നു, മുഖ്യമായതുമാണ്. അഫ്ളലു വ അക്മലു, മുത്തുനബിന്റെ ശരീരം പരിപൂർണമാണ്, ശ്രേഷ്ഠമാണ് എന്നെല്ലാം ഈ സമുദായത്തിന് ഉന്നതിയുണ്ടെന്ന് അറിയിക്കുന്നൊരു സംശയക്കാര്യത്തിലില്ലല്ലോ. അപ്പൊ എല്ലാം കൊണ്ട് നബി മികവുള്ളവരായിരുന്നു. ഇതൊക്കെ എവിടുന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ കമാ യുസദ്ദിഖു, അതിനെ വ്യക്തമാക്കി തരുന്നുണ്ട് ഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വാക്ക് തന്നെ, ഫബിഹുദാഹു മുഖ്തദി എന്ന് കാണാം വിശുദ്ധ ഖുർആൻ. നബി മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ആ സന്മാർഗത്തിലൂടെ നിങ്ങൾ തുടരണമെന്നാണ്. എന്താണ് അങ്ങനെ പറയുന്ന അർത്ഥം? ലിഅന്നഹു തആല വസഫൽ അംബിയ ബിൽ ഔസാഫിൽ ഹമീദത്തി, ഒരുപാട് വാഴ്ത്താൻ പറ്റുന്ന ഗുണങ്ങൾ കൊണ്ട് തന്റെ അമ്പിയാക്കൾക്ക് അല്ലാഹു തആല ഗുണം പറഞ്ഞിട്ടുണ്ട്.
സുമ്മ അമറു അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം